അപ്പം നമ്മൾ ഇന്നുള്ളത് ചേറ്റുവ ഹാർബറിലാണ് കേട്ടോ. നമ്മുടെ കസിൻസൊക്കെ ആയിട്ട് ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. വെൽക്കം ടു SNP വ്ളോഗ്സ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു. വെയിലായിപ്പോയി. ഈ കണ്ടീഷൻ ഫിഷിങ്ങിന് പറ്റുമോ എന്നറിയില്ല. നല്ല നോക്കി നോക്കുകയാണ്. അപ്പോൾ ഈ ഹാർബർ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ചേറ്റുവ ഹാർബർ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരുപാട് ബോട്ടുകളും തെങ്ങുകളും പിന്നെ തിരവെട്ടാത്ത തീരങ്ങളും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള സ്ഥലം കേട്ടോ. നല്ല നിങ്ങൾ ചേറ്റുവ വഴിക്ക് വരികയാണെങ്കിൽ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി റോഡും റീലിനെ പറ്റിയിട്ട് ഇതെങ്ങനെ കാസ്റ്റ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അവരെ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഒരു തേങ്ങയും കൊത്താനുള്ള കുറേ നേരമായിട്ട് കാത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം എനിക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയത് എനിക്കാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു മീൻ, ബ്രാത്തൽ പോലത്തെ ചെറിയൊരു മീൻ, ബ്രാത്തൽ തന്നെയാണ്, ചെറിയൊരു മീൻ അടിച്ചിട്ടുണ്ട്. വളരെ ചെറുതാട്ടോ സൈസ്. അപ്പോൾ ഇതിനെ നമ്മൾ എടുക്കണില്ലേ, നമ്മൾ തിരിച്ചു വിടാനുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് എൻ്റെ അനിയൻ ഞെട്ടിച്ച് കളഞ്ഞത്. അവനിട്ട് ചൂണ്ടയിൽ ഒരു പാമ്പ് കയറി അടിച്ചിട്ടുണ്ടോ. ശരിക്കൊരു പാമ്പ് കയറി അടിച്ചു. അപ്പോൾ ഒരു രക്ഷയില്ല. മീൻസ് അത് പാമ്പ് ഉദ്ദേശിച്ചത് ശരിക്കുള്ള ഒറിജിനൽ കടൽ പാമ്പല്ല, ഇത് ഈലാണ്, മുറയിൽ. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിക്കും. പാമ്പിനെ പോലെ തന്നെ ഉണ്ടാവും. വിഷം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അവൻ്റെ കടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പീസും കൊണ്ടാകാൻ പോവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ജന്തുവിനൊക്കെ ചൂണ്ടയിൽ കിട്ടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓടിച്ചെന്ന് പിടിക്കാനും നിൽക്കരുത്. കടി കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ തൊലിയല്ല, അവിടുത്തെ ഇറച്ചി വരെ ഒക്കെ അടിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ സേഫ്റ്റി ആയിട്ട് നിൽക്കുക. അപ്പോൾ നല്ല അസല് പാമ്പ് കേട്ടോ. ഈ പാമ്പിനെ വന്നിട്ട് നമ്മൾ തിരിച്ചു വിടുക തന്നെയാണ് കേട്ടോ. ഇതിനൊന്നും ആരും എടുക്കൊന്നുമില്ല. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ വിടുകയാണ്. അപ്പോൾ ഇവിടുന്ന് കാര്യമായിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. കുറേ നേരം ഇരുന്നിട്ട് ഒന്നും അടിക്കണമൊന്നും കാണാനില്ല. അപ്പോൾ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇനി പതുക്കെ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. എല്ലാവരും ടയർഡായി, വെയിലൊക്കെ കൊണ്ട് ടയർഡായി. പിന്നെ ഫിഷിംഗ് ഒന്നും ഇല്ല.